ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് ക്രോഷയുടെ ബേസിക്സ് നോക്കിയാലോ. എന്തിനാണ് സ്റ്റിച്ച് മാർക്കർ എങ്ങനെയാണ് മാറ്റുക, എങ്ങനെയാണ് അത് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേര്. അപ്പോൾ നമുക്കത് നോക്കിയാലോ എങ്ങനെയാണ്. ഇപ്പം ഞാനിങ്ങനെ സ്റ്റിച്ച് മാർക്കർ ഇതിലൊരു 20 സിംഗിൾ ക്രോഷ ഇട്ടിട്ടുണ്ട്. അടുത്ത റൗണ്ടിൽ ഇതിപ്പോൾ ഞാൻ കുറച്ച് 8 റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. 9ാമത്തെ റൗണ്ടിൽ നമ്മൾ 9ാമത്തെ റൗണ്ട് കഴിഞ്ഞ് 10ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ 1 എന്നല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് 1 to 20 സിംഗിൾ ക്രോഷേ ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ യാണിനെ മാറ്റി ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ഇടുമ്പോഴേക്കും ഞാൻ ആ യാണിനെ മാറ്റി വയ്ക്കും. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ യാണാണ് സ്റ്റിച്ച് മാർക്കറായിട്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് മാർക്കർ ഉണ്ട് കയ്യിൽ എന്നുണ്ടെങ്കിൽ അത് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യത്തെ 20 സിംഗിൾ ക്രോഷേ ഇട്ടിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ഇടുക. അതിനുശേഷം സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് അതിലോട്ട് പ്ലേസ് ചെയ്യുക. കണ്ടോ, സ്റ്റിച്ച് മാർക്കർ കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക. കുറേ ടൈപ്പ് സ്റ്റിച്ച് മാർക്കർ ഉണ്ട് കേട്ടോ. എൻ്റെ ഇങ്ങനെ ലോക്കലായിട്ട് കിട്ടുന്ന ഇതേ ഉള്ളൂ, സ്റ്റിച്ച് മാർക്കറേ ഉള്ളൂ. ലോക്കൽ മീൻസ് ആ ബോക്സിൽ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടില്ല. എനിക്കിങ്ങനെ യാൺ വെക്കുന്ന കൂടുതലും എനിക്ക് കംഫർട്ട്. കാരണം ഓരോ റൗണ്ടും ചിലപ്പോൾ നമുക്ക് തെറ്റി തോന്നിയാൽ നമ്മൾ ആ റൗണ്ട് ഫുൾ അഴിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ കഴിഞ്ഞു പോകും. പക്ഷേ താഴത്തെ റൗണ്ട് എവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ എവിടെ എൻഡ് ചെയ്തതെന്ന് ഐഡിയ ഉണ്ടാവില്ല. യാൺ വെക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവും. അത് കാരണം ഞാനത് അങ്ങനെ യാൺ വെച്ച് അങ്ങനെ ശീലിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ 1, 2, 3 സിംഗിൾ ക്രോഷേ. ഇനി നമ്മൾ ബാക്കിയുള്ള സിംഗിൾ ക്രോഷേ ഇട്ടത് ഇവിടെ 20ാമത്തെ എത്തും. അപ്പോൾ അടുത്തത് 21 നെക്സ്റ്റ് റൗണ്ടിൽ 1 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കറിനെ മാറ്റിയിട്ട് വീണ്ടും അടുത്ത റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയ്ക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കും. അങ്ങനെ ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ